ഹായ് ഗൈസ്, ഇന്നിപ്പം കുട്ടുവിൻ്റെ പിറന്നാളാണ്. അപ്പം ഒന്ന് പുറത്തെല്ലാം പോയി ചെറിയ ഷോപ്പിംഗ് എല്ലാം നടത്തി വരാമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴേക്കും നല്ല മഞ്ഞുണ്ട്. അപ്പോൾ ഇന്ന് നല്ല മഞ്ഞത്ത് കുളിച്ചിരിക്കുന്ന പാരീസ് സിറ്റി കാണാം. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവിടെ പോവാം. അപ്പോൾ പോയോക്കാം, വാ ഗൈസ്. ഞാൻ എപ്പോഴും വിചാരിക്കലുണ്ട് തുറക്കുമ്പം എപ്പോഴും നല്ല മഞ്ഞായിരിക്കണമെന്ന്. അപ്പം ഇന്ന് എന്തായാലും നല്ല മഞ്ഞുണ്ട്, തുറക്കുമ്പോൾ നല്ല വ്യൂ ആയിരിക്കും. ആഹാ, അടിപൊളി. ആഹാ, ഇത് കിണ്ട വ്യൂ. എന്ത് രസം ഗൈസ്. ഇത് കണ്ട, ഇങ്ങനെയാണ് ഇല്ലത്. ഇങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത്ര മഞ്ഞ് പെയ്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പാരീസിൽ വന്നിട്ട് ഏകദേശം 5 കൊല്ലമായി, 5-6 കൊല്ലമാവാൻ. ഇതുവരെ ഇത്ര മഞ്ഞ് കണ്ടിട്ടില്ല. ഇത് എന്താ മഞ്ഞെല്ലാം ചവിട്ടുമ്പോൾ ഒച്ചയേക്കുന്നത്. ഇങ്ങനെ പാരീസിൽ നടക്കാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. നല്ല രസമുണ്ട്. സ്വിറ്റ്സർലൻഡിലെല്ലാം പോകണം ഇങ്ങനത്തെ എല്ലാം മഞ്ഞ് കിട്ടി മഞ്ഞത്തെല്ലാം നടക്കാൻ. ഇത് കിണ്ണിനി. ആഹാ, എന്ത് രസം. കണ്ട മഞ്ഞ കണ്ട, ഫുള്ള് റോഡിലും മഞ്ഞ്, എല്ലായിടത്തും മഞ്ഞ്. ആഹാ ഗൈസ്, ഇതെല്ലാം നമ്മൾ നോർമലി നടന്നു പോകുന്ന വഴികളാണ്. എപ്പോഴും ആദ്യമായിട്ടാണ് ഇത്ര മുകളിൽ മഞ്ഞിൻ്റെ മുകളിലെല്ലാം ചവിട്ടി നടക്കുന്നത്. നല്ല രസമുണ്ട്. ഇന്ന് ഈ മഞ്ഞ് കാണാൻ വേണ്ടി തന്നെ ആയിട്ട് ഇറങ്ങിയതാണ്. കണ്ട, നല്ല രസമുണ്ട്. മേത്തും ഫുള്ള് മഞ്ഞായി. കാണിച്ചോട്ടു, കണ്ട മേത്തെല്ലാം ഫുള്ള് മഞ്ഞായി. കൊള്ളാം ഗൈസ്. അതിപ്പോൾ ഞാൻ ഇത്ര എക്സൈറ്റഡ് ആവാൻ കാരണം എന്താ വെച്ചെങ്കിൽ, ഈ പാരീസിൽ ഒരു വർഷത്തിൽ ഒരിക്കലേ മഞ്ഞ് പെയ്ച്ചപ്പോൾ അങ്ങനത്തെ പരിപാടിയിലില്ല. അതും ഇങ്ങനെ ചെറുങ്ങനെ വന്നിട്ട് പോകുന്നതാണ്. ഇവിടെ ഇങ്ങനെ പെയ്യുന്നത് ആദ്യമായിട്ടൊന്നും ആയിരിക്കില്ല, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കഴിച്ചപ്പോൾ നമ്മൾ മെട്രോന്ന് എക്സിറ്റ് ചെയ്ത് മഞ്ഞത്തൊന്ന് ഏതായാലും നമ്മൾ ഇഫൽ ടവർ കാണാൻ തീരുമാനിച്ച്. നല്ല രസമുണ്ട് മഞ്ഞിന് ഇഫൽ ടവർ കാണാൻ വേണ്ടിയിട്ട്. എന്താ മഞ്ഞ്, വലിയ കട്ടയെല്ലാം വീഴുന്നുണ്ട് ഇടുന്ന്. കണ്ട ഗൈസ്, നല്ല മഞ്ഞത്ത്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നേരെ ഇഫൽ ടവർ, ഇവിടുന്നൊരു ട്രെയിൻ പിടിച്ചിട്ടാണ് ഇഫൽ ടവറിൻ്റെ അടുത്തേക്ക് പോകേണ്ടത്. ഇഫൽ ടവർ നമ്മൾ അധികം അങ്ങനെ പോലും കാണലൊന്നുമില്ല, പക്ഷേ മഞ്ഞ് പെയ്യുമ്പോൾ ഇഫൽ ടവർ കാണാൻ നല്ല രസമാണ്. പിന്നെ ഈ സ്ഥലമെല്ലാം കണ്ട നല്ല രസമില്ലേ, ചെറിയ ലൈറ്റും പരിപാടിയെല്ലായിട്ട്. മഞ്ഞിനാകുമ്പോൾ നല്ലൊരു ആംബിയൻസും ഉണ്ട്. ആഹാ, അടിപൊളി. നമ്മൾ ഇഫൽ ടവർ കാണാൻ വേണ്ടി നടന്ന് അവസാനം നോത്രദാം എത്തി. കണ്ട, ഇതാണ് എടുത്ത മറ്റേ യേശുവിൻ്റെ മുൾക്കിരീടം ഉണ്ട് എന്നെല്ലാം വിശ്വസിക്കപ്പെടുന്ന ഒരു സ്ഥലം. അങ്ങനെ എന്തോ ആണ് സംഭവം. ഇതിപ്പോൾ പണ്ട് മറ്റേ കത്തിയിട്ടുണ്ടായിനി, എന്തോ അറ്റാക്കിലെന്തോ കത്തിയിട്ടുണ്ടായി. അറ്റാക്കാണെന്നോ അല്ല ഇതിൻ്റെ ഉള്ളിൽ തന്നെ തീ പിടിച്ചാന്നോ അറിയില്ല, കത്തിയിട്ടുണ്ടായിന്. അപ്പോൾ അതിപ്പോൾ കുറേ ബില്യൺ യൂറോ എല്ലാം കൊടുത്ത് നേരെയാക്കിയതേ ഇല്ല. അപ്പോൾ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് പോകാൻ വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പം പൈസ ആക്കുമായിരിക്കും. അത് മൊത്തം തുറന്നിട്ടില്ല, ഒരു ചെറിയ ഭാഗം മാത്രം തുറന്നിട്ട് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കയറാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇപ്പോൾ. പക്ഷെ ഇപ്പോൾ നമ്മൾ അവിടെ കയറാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം മഞ്ഞ് ആദ്യം കാണാൻ മാത്രമേ രസമുള്ളൂ. കൈ പോയി, കൈയെല്ലാം വേദന എടുത്തിട്ട് ഇരിക്കാൻ കഴിയുന്നില്ല. ഷൂവിൻ്റെ ഉള്ളിലും കൂടി വെള്ളം കയറിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, പെട്ട അവസ്ഥയായിരിക്കും. അപ്പോൾ ഏതായാലും വേഗം നമുക്ക് ഇഫൽ ടവറിലേക്ക് പോകാനൊരു ട്രെയിൻ പിടിക്കണം. RRC എന്ന് അതിൻ്റെ പേര്. അതിൻ്റെ അടുത്തേക്ക് നടക്കുകയെന്ന് ഗൈസ്. അങ്ങനെ നമ്മൾ ഇഫൽ ടവറിൻ്റെ അടിയിലെത്തിയിട്ടുണ്ട്. മഞ്ഞ് ചെറുങ്ങനെ കുറഞ്ഞു, പക്ഷെ എന്നാലും ഇഫൽ ടവറിനെ കാണാൻ നല്ല രസമുണ്ട് ഗൈസ്. ഇത് എൻ്റെ മുമ്പിൽ കാണുന്നതാണ് നമ്മളെ ഇഫൽ ടവർ. കണ്ടോ, നല്ല രസമല്ലേ. അത് ഈ രാത്രിയുമായി, അപ്പം സംഭവം കാണാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കാണാൻ ചെറുങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ നല്ല രസമുണ്ട് കാണാൻ. അടിപൊളി. മൊത്തത്തിൽ മഞ്ഞ് പെയ്ത് ഇപ്പം നിലത്തിൽ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റും. നല്ല മൂടാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഏതായാലും അടിപൊളിയായി, മോശമില്ല. മഞ്ഞിൽ ചവിട്ടി നടക്കുമ്പോൾ നല്ല ഒച്ചയെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈഫൽ ടവർ, നോത്രദാം എല്ലാം മഞ്ഞിൽ കണ്ടു. മോശമില്ല, കൊള്ളാം. അപ്പം ഇന്നത്തെ ദിവസം ഏതായാലും
നമ്മ ഇനി ബാക്കി പരിപാടികളിലായിട്ട് പോവുകയെന്ന് കുറച്ച് ചെറിയ ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ ഈ രാത്രി ആയതുകൊണ്ട് ലൈറ്റെല്ലാം കുറേ ലൈ ഐഫൽ ടവർ കത്തിക്കൊണ്ടുണ്ട് അത്ര. ഇതെല്ലാ മണിക്കൂറും ഒരു 5-10 മിനിറ്റ് കത്തും. നല്ല മൂടാണ്. ഓരോ മണിക്കൂറിലും ഒരു പ്രാവശ്യം കത്തും. അപ്പം ഇത് കാണണം തന്നെ പറഞ്ഞിട്ട് വന്നിട്ട് ഇത് ഇവിടെ എത്തുമ്പോഴേക്ക് ഇത് മിസ്സായ പിന്നെ 1 മണിക്കൂർ കാത്തിക്കേണ്ടി വരും. അപ്പോൾ എന്തോ ഭാഗ്യത്തിൽ നമ്മുടെ വരുമ്പോഴേക്ക് ഇത് കത്തുന്നുണ്ടായി. കണ്ട കൊള്ളാലോ. അപ്പം എല്ലാവരും ഹാപ്പി ആയിരിക്കുക. നല്ല തണുപ്പല്ലല്ലോ എല്ലായിടത്തും. എൻജോയ് ചെയ്യുക. ബൈ.